നമ്മുടെ കാശ്മീർ ട്രിപ്പിന്റെ ഫോർത്ത് ഡേയിൽ കാലത്ത് തന്നെ നേരത്തെ പുറപ്പെട്ട് നമ്മൾ പോകുന്നത് സോനമാർഗിലോട്ടാണ്. സോനമാർഗ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ സോനമാർഗ് വേണോ ദൂത്പത്രി വേണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക. സോനമാർഗ് ചൂസ് ചെയ്ത് എന്തുകൊണ്ട് നന്നായി എന്നുള്ളതിന് ഉത്തരമാണ് ഈ വീഡിയോ. കാശ്മീരിലെ ഗുൽമാർഗ് പോലുള്ള ഒരു ഹെവൻ പ്ലേസ് ആണ് നമ്മളുടെ സോനമാർഗ്. പോകുന്ന വഴിയെല്ലാം ഭയങ്കര ക്ലീൻ ആണ്. പുതുതായി രൂപീകരിച്ച റോഡിൽ കൂടെയാണ് നമ്മുടെ യാത്ര. കുറെ മുൻപ് നാട്ടിലുണ്ടായിരുന്ന പോലെ ബസ്സിൽ തൂങ്ങി പിടിച്ചിട്ടാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. പുതുതായി രൂപീകരിച്ച നാഷണൽ ഹൈവേ ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് എല്ലാം കുറവായിരുന്നു. മുന്നോട്ട് പോകുന്തോറും മലമുകളിൽ മഞ്ഞുകൾ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത് 1 ഡിഗ്രി സെൽഷ്യസ് എല്ലാം ആയിരുന്നു ഔട്ട്സൈഡ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കാറിനകത്തായിരുന്നുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ അധികം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് ചെറു പട്ടണങ്ങളും അവിടെ കുറെ കച്ചവടക്കാരും നിൽക്കുന്നുണ്ടായിരുന്നു. കൂടുതലും കമ്പിളി പോലുള്ള സ്വട്ടറുകളായിരുന്നു വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. വണ്ടി സോനമാർഗ് അടുക്കും തോറും മഞ്ഞുമലകളുടെ വ്യൂ നല്ല രീതിക്ക് കൂടുന്നുണ്ടായിരുന്നു. പൈൻ മരങ്ങൾക്കിടയിലുള്ള മഞ്ഞുമലയുടെ വ്യൂ നല്ല അതിശയിപ്പിക്കുന്നതായിരുന്നു. ഞങ്ങളുടെ യാത്ര മാർച്ച് മാസത്തിലായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മഞ്ഞുണ്ടായിരുന്നു. മാർച്ച് 15 ശേഷം വരുന്ന ആളുകൾക്ക് മഞ്ഞിന്റെ ക്വാണ്ടിറ്റി കുറയുമെന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നില്ല. ഈ മഞ്ഞുരുകാൻ അത്യാവശ്യം സമയമെടുക്കുന്നതാണ് തോന്നുന്നത്. വളരെ ഭംഗിയുള്ള താഴ്വരകൾ നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റുന്നുണ്ട്. ഈ ബോർഡ് കണ്ടോ? സോനമാർഗ് 15 കിലോമീറ്റർ ഉള്ളൂ, കാർഗിൽ 135 കിലോമീറ്റർ, ലേ 360 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് 15 കിലോമീറ്റർ മുമ്പുള്ള സോനമാർഗിന്റെ വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ഊഹിച്ചു നോക്കൂ സോനമാർഗ് എത്തിക്കഴിഞ്ഞാലുള്ള വ്യൂ എങ്ങനെയായിരിക്കും എന്ന്. 2025 ഫെബ്രുവരി 15-നാണ് ഈ റോഡ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഉദ്ഘാടനം കഴിഞ്ഞ് 15 ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ റോഡരികിൽ റോഡ് പണിക്കുള്ള സാധനങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൂടാതെ റോഡിന്റെ ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ മൂന്നാറെല്ലാം പോകുമ്പോൾ തേയിലത്തോട്ടം കാണാറില്ലേ, അതുപോലുള്ള വ്യൂ ആണ് ഇപ്പോൾ മഞ്ഞിനുള്ളത്. ദേ ഇത് കണ്ടോ, ഇതാണ് സോനമാർഗ് ടണൽ. 6.5 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. നമ്മുടെ കുതിരനെ കമ്പയർ ചെയ്യുമ്പോൾ കുതിരനേക്കാളും 6 ഇരട്ടിയാണ് ഇതിന്റെ സൈസ് വരുന്നത്. 6.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റിന് മേലെ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടതുണ്ടാവും. അതുകൂടാതെ ഇതിനകത്തുള്ള സ്പീഡ് ലിമിറ്റഡ് ആണ്. തുരങ്കത്തിൽ കൂടി പോകുമ്പോൾ ഉള്ള ഒരു എക്കോ വോയിസ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. തുരങ്കത്തിന് എൻഡിലെത്താറാകുമ്പോഴേക്കും വലിയൊരു റിഫ്ലക്ഷൻ പോലെയായിരുന്നു നമുക്ക് വൈറ്റ് കളർ കാണണ്ടായിരുന്നത്. പക്ഷെ ആ റിഫ്ലക്ഷൻ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. വേറൊരു ലോകത്ത് ചെന്നൊരു പ്രതീതിയായിരുന്നു തുരങ്കത്തിന്റെ എൻഡിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. ഇതുകൊണ്ടോ, ഫുള്ളി സറൗണ്ടഡ് ബൈ മഞ്ഞ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും കാണുന്ന മഞ്ഞ് മാത്രമേ ഉള്ളൂ. ആ റോഡ് മഞ്ഞ്, അല്ലാതെ മണ്ണ് എന്നുള്ള സംഭവമില്ല. ഇതേ ഈ സൈഡ് കാണുന്ന വഴി കണ്ടോ, ഇതാണ് ലേയിലോട്ട് പോകുന്ന വഴി. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ലേയിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ കണ്ടായിരുന്നു അവിടെ ലേയിലോട്ട് ഏകദേശം 320 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. റോഡിന്റെ സൈഡിലെല്ലാം തലേ ദിവസത്തെ മഞ്ഞ് JCB എന്തോ വെച്ച് ക്ലിയർ ചെയ്തതായിട്ടാണ് കാണുന്നത്. സൈഡെല്ലാം മഞ്ഞ് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഒരു മഴ വന്നൊരു ഫീൽ ആയിരുന്നു. അത് മഴയല്ല കേട്ടോ, മഞ്ഞ് ഉരുകിയതിന്റെ വെള്ളമാണ് റോഡിൽ കാണുന്നത്. സൈഡ് കാണുന്ന വീടുകളും റെസ്റ്റ് ഹൗസ് എല്ലാം കണ്ടോ, ഫുള്ളി സറൗണ്ടഡ് ബൈ മഞ്ഞാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ പോകാൻ വഴി പോലും ഇല്ല, അത്രയും സറൗണ്ടഡ് ബൈ മഞ്ഞാണ്. മഞ്ഞുമലിലെത്തിയപ്പോൾ ഭയങ്കര തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാറിന്റെ ഗ്ലാസ് തുറന്ന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കുഴപ്പമില്ലായിരുന്നു, പകലായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെളിച്ചം ഉണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് തണുപ്പ് അത്ര ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. സൈഡോരങ്ങളിൽ കടകളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സോനമാർഗ് എത്തിയെന്ന്. ഇത്രയും മഞ്ഞ് കണ്ടപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിർത്തിയാൽ പോരെ എന്നുള്ളൊരു തോട്ടായിരുന്നു. പക്ഷെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ട് പാർക്കിംഗ് എല്ലാം ഉള്ളതുകൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു. അവിടെ വാഷ്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈ സൈഡ് കിടക്കുന്ന മഞ്ഞിന്റെ കട്ടയെല്ലാം ഭയങ്കര വലുതായിരുന്നു, ഫ്രഷ് മഞ്ഞായിട്ടാണ് കാണുന്നത്. സൈഡിലൂടെ ഓരോ റിസോർട്ടിലോട്ടും ഓരോ ഹോട്ടലിലോട്ടുള്ള വഴിയാണ് കാണിക്കുന്നത്. അത് ദൂരെ കാണുന്നത് കണ്ടോ, അതെല്ലാം ഓരോ ഹോട്ടൽസ് ആണ്. സോനമാർഗ് എത്തി വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷമുള്ള വ്യൂ ആണ്. വീഡിയോയിൽ എത്രത്തോളം കാണിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നില്ല, പക്ഷെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോനമാർഗ് മേലോട്ട് പോകാൻ വേണ്ടിയിട്ട് സ്നോ ബൈക്ക് എടുത്തായിരുന്നു. 1500 രൂപയായിരുന്നു ടിക്കറ്റ്. ആ ടിക്കറ്റാണ്. സോനമാർഗ് എത്തി, ഫുള്ളും മഞ്ഞാണ്. ഗുൽമാർഗില് ഞങ്ങൾ എന്താണോ മിസ് ചെയ്തത്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹെൽത്ത് ഇഷ്യൂസ് ഭാവയ്ക്കും ഞങ്ങൾക്കും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഒന്നും കളിക്കാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഫുള്ള് സ്നോ ആണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. കുറച്ച് നേരം കളിക്കണം, അധിക നേരം എന്തായാലും സ്നോയിൽ നിൽക്കാൻ പറ്റില്ല. കുറച്ച് നേരം കളിക്കണം, ഋതിക്കുട്ടീനെയും സ്നോ കളിൽ കളിപ്പിക്കണം. ആൻഡ് വേഗം ഇവിടുന്ന് ഇറങ്ങണം. ഇല്ലെങ്കിൽ സ്നോ ഒക്കെ നല്ലതാണ്, പക്ഷെ നമ്മൾ ഒരുപാട് നേരം നിന്നാൽ ചിലപ്പോൾ നമുക്കത് ഹെൽത്ത് വീണ്ടും പ്രശ്നമാവും. സോ വേഗം കളിക്കണം, വേഗം എൻജോയ് ചെയ്യണം, വേഗം തിരിച്ചു പോകണം. അതാണ് ഇന്നത്തെ പ്ലാന്. ഋതിക്കുട്ടി ഇത്രയും മഞ്ഞ് ഒരുമിച്ച് കണ്ടത് കൊണ്ടാണെന്ന് അറിയില്ല താഴോട്ട് ഇറങ്ങാതായി. ഞങ്ങൾ അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് മാഗി കഴിക്കാന്ന് വിചാരിച്ച് അടുത്തോട്ട് പോയി. ഈ പോയിന്റിൽ നിന്ന് മേലോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്ലെഡ്ജ് ചൂസ് ചെയ്യണം. ഒരിക്കൽ സ്ലെഡ്ജ് ചൂസ് ചെയ്തതിന്റെ ക്ഷീണം ഇനിയും മാറിയിട്ടില്ല. ഗുൽമാർഗിൽ വെച്ച് സ്ലെഡ്ജ് ചൂസ് ചെയ്ത സമയത്ത് ഋതിക്കുട്ടി 1/2 മണിക്കൂറോളം കരച്ചിലായിരുന്നു. സ്ലെഡ്ജിൽ ഇരിക്കാൻ അനുവദിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല.
ഇത് കണ്ടോ, ഓരോ മിനിറ്റിലും ഒന്നിലധികം സ്നോ ബൈക്സുകൾ അവിടെ ആൾക്കാരെ കൊണ്ട് വരുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ പോയിന്റിൽ നിന്ന് സ്നോ ബൈക്ക് കൊണ്ടുവന്ന് ഈ പോയിന്റിൽ എത്തിക്കും. സ്നോ ബൈക്കിന്റെ പേരിൽ പല തട്ടിപ്പും നടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അവർ 5000-6000 രൂപയാണ് ചാർജസ് പറയുക. 500 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ ആ റേറ്റ്. ചുറ്റും പരവതാനി പോലെ നിറഞ്ഞു നിൽക്കുകയാണ് മഞ്ഞ്. കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല. കാശ്മീരികൾക്ക് ഈ മഞ്ഞിന്റെ ഇടയിൽ പല ബിസിനസ്സും നടക്കുന്നുണ്ട്. റീൽസ് എടുത്തു കൊടുക്കാൻ ഒരാള്, കൂടാതെ ഗൈഡായിട്ട് ഒരാള്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം നല്ലൊരു സെൽഫ് ബിസിനസ് പോലെ നടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ സോണി കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടി മഞ്ഞെല്ലാം കൂടി സ്വരൂപിക്കുകയായിരുന്നു. ആ മഞ്ഞിനെ എടുത്ത് എറിയുന്നതാണ് റീൽസ്. ആ റീൽസ് എല്ലാം ഞങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഷോർട്സ് സെക്ഷനിലാണ് കൂടുതൽ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഷോർട്സ് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത റീൽസ് കാണാൻ പറ്റും. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു ചെയറുള്ള സ്ഥലത്ത് നിന്നാ പുറത്ത് നോക്ക്. പുതുക്കുട്ടി അവിടെ കിടക്കാണതാ. പറയണ്ട, മാഗിക്ക് വില 80 രൂപയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ബ്ലൂ കളർ അതൊരു ഹഡ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ടി മാഗിയൊക്കെ ഉണ്ടാക്കി തരുന്നത്. കടയാണ്, സ്റ്റോറാണത്. അപ്പോൾ കുറേ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ AVT ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ATV ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലല്ലോ, ഒന്നുകൂടി പറ. നമ്മുടെ മാഗി കിട്ടി. എൻജോയിങ് ദ പഹാടി വാലി മാഗി. ഇവിടെ കുറുമ്പന്റെ ചുണ്ട് പൊട്ടിയത് കൊണ്ട് കഴിക്കുന്നില്ല. ചുണ്ട് നല്ലോണം പൊട്ടിയിട്ടുണ്ട്. കഴിക്കുന്ന സമയത്ത് നല്ല എരിവുണ്ട്. സുജി സ്പൈസസ് ഉള്ള മാഗിയാ പറഞ്ഞത്. നല്ല എരിയായി. ചുണ്ട് പൊട്ടിയതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഇത് പിന്നെയും പ്ലെയിൻ മാഗി ആയിരുന്നേ. വലിയ എരിവൊന്നുമില്ല, നോർമലാണ്. പക്ഷെ ഉണ്ടാക്കിയ പാത്രം എരിവുള്ള പാത്രത്തിന് അതിൻ്റെ ഒരു എരിവുണ്ട് തോന്നുന്നു. അതുകൊണ്ട് ഋതിക്കുട്ടി മാഗി കഴിക്കുന്നില്ല. ഋതി എങ്ങനെയുണ്ട്? മണാലി കഴിച്ച ഫീൽ. പക്ഷെ എനിക്ക് മണാലി കഴിച്ച ഇതിന് നല്ല ഇഷ്ടമായിരുന്നു. നമ്മൾ മേലെ കയറി വന്നാണ്. മേലെ കയറി വന്നിട്ട് look at this is the real beauty. Yes. ഫ്രണ്ടിന് ഷൂസ് ഒക്കെ എടുത്തിട്ടാണ് പോയത്. പക്ഷെ മഞ്ഞിൻ്റെ ഇടയിൽ പോകുമ്പോൾ നമ്മൾ ഫുള്ള് ഇത്ര വരെ ഇറങ്ങൂലേ, ഇവിടത്തെ നനഞ്ഞു. ഇതൊക്കെ പൊങ്ങിയതായിരുന്നു, എന്നിട്ട് ഫുള്ള് നനഞ്ഞു. സോക്സും എല്ലാം ഫുള്ള് വെള്ളമായിരുന്നു. ഐസ് കട്ടിയ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ റിട്ടേൺ പോവാണ്. പോകാൻ മനസ്സില്ല. നമ്മൾ മേലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേണോ വേണ്ടയോ, ഋതിക്കുട്ടി കാരണമാണ് നമ്മൾ നേരത്തെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ മേലെ പോയിട്ടുണ്ടാവും. ആ ഋതിക്കുട്ടിക്കും ചെറുതല്ലേ, അവളെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാ പിന്നെ കുറച്ചുകൂടെ നിന്ന് കുറച്ച് മഞ്ഞ് തുടങ്ങാ. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പോകാനേ മനസ്സില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇനി ഒന്നുകൂടെ തിരിച്ചു വരണം തോന്നുന്നത്. ഒട്ടും മനസ്സില്ല തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ മഞ്ഞിന്റെ ബ്യൂട്ടി, നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. അതാണ് അത്രയും വിഷ്വൽസ് നമുക്ക് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ റോഡിന്റെ സൈഡ് വരെ അത്രയും ഭംഗിയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പേഴ്സണലി ഉള്ള എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, ഗുൽമാർഗിനേക്കാളും ഫാർ ബെറ്ററാണ് സോണമാർഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുൽമാർഗിൽ എക്കണോമി ലെവലിൽ ഭയങ്കര തട്ടിപ്പും എല്ലാ കാര്യങ്ങളുമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി ശ്രീനഗറിൽ നിന്ന് ടാങ് മാർഗ് വരെ വണ്ടി പോവുള്ളൂ. അവിടെ നിന്ന് അവരുടെ വണ്ടി പിടിച്ചിട്ട് വേണം മേലെ പോകാൻ. അതിന് 3500 രൂപ എക്സ്ട്രാ കൊടുക്കണം. അത് കൂടാതെ ഗൊണ്ടോള റൈഡിന് പോകണമെങ്കിൽ അവിടെ നിന്ന് 1500 രൂപ നമ്മൾ സ്ലെഡ്ജ് ചെയ്തിട്ടാണ് പോയത്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ATV ആണ് ഓപ്റ്റ് ചെയ്യേണ്ടത്. ATVക്കും അതുപോലത്തെ റേറ്റാണ്, 2000 ഒക്കെയാണ് അവർ പറയുന്ന റേറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്പെൻസ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കിയേ. നമ്മൾ ടൂർ പാക്കേജ് ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സോനമാർഗിൽ പോകാൻ 0 ചാർജാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളുടെ വണ്ടി സോനമാർഗ് വരെ പോകും.
പക്ഷേ ഗുൽമാർഗിലോട്ടായിക്കോട്ടെ, നമുക്ക് ഗുൽമാർഗ് എത്താൻ തന്നെ 5500-6000 അടുത്ത് രൂപയായി. എക്സ്ട്രാ ചാർജ്, ട്രാവൽ എക്സ്പെൻസ് ആട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൊണ്ടോള റൈഡിലോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അവിടെയാണല്ലോ പോകേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുൽമാർഗ് എത്തുമ്പോഴേക്കും 6000 രൂപ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. പക്ഷേ സോനമാർഗ് ആയിക്കോട്ടെ, നമുക്ക് പൈസ ഒന്നും എക്സ്ട്രാ ചിലവില്ല. നമുക്ക് നേരിട്ട് മഞ്ഞിൻ്റെ അടുത്ത് തന്നെ പോകും, വണ്ടി പാർക്ക് ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് മേലെ പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവരുടെ മെയിൻ വരുമാനം ടൂറിസം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് നായിൻ്റെ മക്കൾ ചെയ്ത പഹൽഗാമിലെ കാര്യം കൊണ്ട് അവിടുത്തെ മൊത്തം ആൾക്കാരെ എഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടൂറിസം, അവരുടെ വയറ്റിപ്പഴപ്പാണ് ഇല്ലാതായത്. ടൂറിസം മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുടെ വയറ്റിപ്പഴപ്പാണ് ഇല്ലാതായത്. എന്ത് തന്നെ ആയാലും കാശ്മീർ നമുക്ക് ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു ഹെവൻ പ്ലേസ് ആണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായി പോയി കാണാം. പാക്കേജ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡ്രൈവർ കാശ്മീരി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സപ്പോർട്ടീവാണ്. അപ്പോൾ പാക്കേജ് എടുക്കാതെ നമ്മൾ ഓണായിട്ട് പോവുകയാണെങ്കിൽ സ്വന്തം റിസ്കിൽ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൂർ പാക്കേജ് കോർഡിനേറ്റർ ഉണ്ടാവും. കൂടാതെ നമ്മുടെ ഡ്രൈവർ കാശ്മീരി ആയതുകൊണ്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടിങ് എല്ലാ ആളുണ്ടാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.